ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ബിന്ദുസ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പനീർ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ പനീർ ബിരിയാണി എന്ന് പറഞ്ഞാൽ വളരെ ടേസ്റ്റിയാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്നതുമാണ്. അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ട പച്ചക്കറികളാണ് ഞാനിവിടെ ഈ കാണിക്കുന്നത്. ഒരു 4 ബീൻസ് എടുത്തു, പിന്നെ ഒരു 200 ഗ്രാമിൻ്റെ പനീറാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ക്യാപ്സിക്കം 1 എടുത്തു. അപ്പോൾ ചെറുതായിട്ട് അരിയുക ക്യാപ്സിക്കം, ഇതുപോലെ മെലിഞ്ഞ സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ. ബീൻസും ഇതുപോലെ അരിയുക, അതുപോലെ പനീറും സ്ക്വയറായിട്ട് അരിഞ്ഞെടുക്കുക. പിന്നീട് നമുക്ക് ഈ പനീർ കഷ്ണങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് എണ്ണയിൽ ബ്രൗൺ കളറ് ആവുന്നത് വരെ വല്ലാതെ അങ്ങ് മൂപ്പിക്കണ്ട. ഇതുപോലെ ഈ കളറൊക്കെ ആവുമ്പോൾ അതങ്ങ് മാറ്റി എടുത്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് വറക്കേണ്ട എന്നുള്ളവർക്ക് വറക്കാതെ ഉണ്ടാക്കാം ബിരിയാണി. പക്ഷേ ഇവിടെ വറുത്താലാണ് ഒരു ടേസ്റ്റ്, ആ പച്ച ചൊവയൊക്കെ ഒന്ന് മാറും. പിന്നീട് നമുക്ക് അതേ എണ്ണയിൽ തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ മുന്തിരിയും, ബിരിയാണിയിലേക്കുള്ള മുന്തിരിയും വറുത്ത് കോരി മാറ്റാം. നമുക്ക് വേറെ പിന്നെ എണ്ണയൊന്നും അതിന് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിലേക്കുള്ള അരിയാണ് ഞാനിപ്പോൾ കാണിച്ചത്. ഇനി ഈ വറുത്ത് വെച്ച പനീർ ഒന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തു. ഇവിടെ മുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ എടുത്തു കേട്ടോ. ഒരു ചിക്കൻ മസാല കുറച്ച് 1/4 ടീസ്പൂൺ എടുത്തു. 1 ടേബിൾ സ്പൂൺ തൈര് കൂടി എടുത്തു കേട്ടോ. നമ്മളിത് നല്ലപോലെ ഞാനിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചു. ഇനി ഇതിലേക്ക് നല്ലപോലെ എല്ലാം പിടിച്ച് ഇരുന്നോട്ടെ കുറച്ച്. അപ്പോൾ ഒരു കുക്കർ അടുപ്പിൽ വെച്ചിട്ട് ആവശ്യത്തിനുള്ള നെയ്യും, അതുപോലെ കുറച്ച് നെയ്യും കുറച്ച് റിഫൈൻഡും ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അല്ല ഫുള്ളി നെയ്യായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള നെയ്യാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് എണ്ണയും വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ച് റിഫൈൻഡും എടുത്തു ഞാൻ, കുറച്ച് നെയ്യും കൂടി എടുത്തു. അപ്പോൾ അങ്ങനെയാണ്. ഇനി നമുക്ക് ഒരു ഉള്ളി ഞാൻ മാറ്റി വെച്ചിരുന്നു അരിഞ്ഞിട്ട്, അത് ബ്രൗൺ കളറാവുന്നത് വരെ നമുക്ക് അതിലിട്ട് വറുത്ത് കോരാം. ബിരിയാണിയിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഉള്ളി നല്ലപോലെ ബ്രൗൺ കളറായി വന്നു, അത് കോരിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് വീണ്ടും നമുക്ക് ബിരിയാണിയിലേക്കുള്ള ഉള്ളിയും പച്ചക്കറികളൊക്കെ ഇട്ട് വഴറ്റിയെടുക്കണം. ഇതുപോലെ ഏലക്കായ, കറുവപ്പട്ട, ഇതെല്ലാം ഇല്ലേ, അതെല്ലാം ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ 2 ഗ്രാമ്പു കൂടി ഇട്ട് കൊടുക്കുക. ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഉള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. ഉള്ളി ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല പോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് പിന്നെ മസാലകളൊക്കെ ഇട്ട് കൊടുക്കണം. ഒരു തക്കാളി, ഒറ്റ തക്കാളി മാത്രം ഇടും. നല്ലപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇനി ആ പച്ചക്കറി വഴറ്റിയതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത്തിരി മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇനി അതിലേക്ക് ഒരു കറുവപ്പട്ടയുടെ ഇല കൂടി ഇട്ട് കൊടുത്താൽ ഇതിനൊക്കെ ഭയങ്കര ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ അതാണ്, ഇതിൽ 2 ഇട്ട് കൊടുത്താൽ അത് ഭയങ്കര ഒരു ഫ്ലേവറാണ്. ഇനി വേറൊരു കാര്യം പറയാനുള്ള എന്താ വെച്ചാൽ, ഈ പച്ചക്കറികൾ നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. ക്യാപ്സിക്കും ബീൻസും വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. വെറും ഉള്ളിയും തക്കാളിയും മാത്രം വഴറ്റിയിട്ട് അങ്ങനെ ഉണ്ടാക്കാം. പക്ഷെ ഇവിടെ ഇഷ്ടമായതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ബിരിയാണി മസാല പാക്കറ്റ് വാങ്ങാൻ കിട്ടുമല്ലോ, അതിൽ നിന്നും ഒരു ആവശ്യത്തിനുള്ള ബിരിയാണി മസാല ഇട്ട് കൊടുക്കുക. ബിരിയാണി മസാല ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുത്തു.
ഒരു ഒന്നേ മുക്കാൽ ടേബിൾ സ്പൂണെല്ലാം ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോഴേ ഒരു ഫ്ലേവർ കിട്ടുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് നല്ലപോലെ യോജിപ്പിക്കുക. ഇനി നമ്മൾ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആദ്യം ഇടാൻ മറന്നതാണ്. അപ്പോൾ നിങ്ങളത് ആദ്യം തന്നെ ഇട്ട് കൊടുത്തോളൂ. ഞാനിതാ അതുകൊണ്ടാണ് ഇപ്പോൾ മറന്നതുകൊണ്ട് ഇപ്പോൾ ഇട്ട് കൊടുത്തത് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് മസാല എല്ലാം അരി ഇടുന്നതിന് മുന്നേ ഇട്ട് അതെല്ലാം ഇട്ട് ഒന്ന് ചൂടാക്കുക കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 2 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ്സാണ് വെള്ളം എടുത്തത്. 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് എന്ന വിധമാണ് വെള്ളം എടുക്കേണ്ടത്. അപ്പോൾ കുക്കറിൽ വെക്കുമ്പോൾ നമ്മൾ വെള്ളം നല്ലപോലെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വേവ് കുറച്ച് സമയം ഊറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1/4 ഗ്ലാസ് കുറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമ്മൾ ആ മസാലയെല്ലാം തിരുമ്പി വെച്ചിരിക്കുന്ന ആ പനീർ കഷ്ണങ്ങളും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുക്കർ അടച്ചിട്ട് ഒരു 2 വിസിലാവുമ്പോൾ നമ്മൾ ഓഫാക്കണം കേട്ടോ ഗ്യാസ്. അപ്പോൾ ഇതിലേക്ക് ഉപ്പ് കുറവാണെന്ന് കണ്ടപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പെല്ലാം ഇട്ട് കൊടുത്തു. ഇനി അത് അടച്ച് വെക്കുക. എന്നിട്ട് 2 വിസിലാവുമ്പോൾ ഓഫാക്കി വെച്ചാൽ മതി. അപ്പോൾ നല്ല അടിപൊളി ബിരിയാണി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതാ കുക്കർ ഇവിടെ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 2 വിസിലാവുമ്പോൾ ഓഫാക്കാം. ഇനി നമ്മൾ ഈ ബിരിയാണിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു സാലഡ് കൂടി ഉണ്ടാക്കി. അതായത് കക്കരിക്കയും ഉള്ളിയും കൂടി ആക്കിയിട്ടാണ് സാലഡ് ഉണ്ടാക്കിയത്. നല്ല തൈരിൽ സാലഡ് ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ പപ്പട അച്ചാർ അതെല്ലാം കൂട്ടിയിട്ട് കഴിക്കാം. അപ്പോൾ ഇതിനൊന്നും വേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ സാലഡ് മാത്രം മതി, വേറെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതാ നല്ല അടിപൊളി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നോക്കൂ, നല്ല വെള്ളമെല്ലാം പാകത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ്, ഈസിയാണ്. നമുക്ക് കറിയൊന്നും വേണ്ട ആവശ്യമില്ല. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ള കശുവണ്ടി വറുത്തതും അതുപോലെ മുന്തിരി അതെല്ലാം ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ഉള്ളി വഴറ്റിയതുണ്ടായിരുന്നല്ലോ, അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഡെക്കറേറ്റ് ചെയ്യാണ് എല്ലാം കൂടി. എന്നിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് വേണം നമ്മൾ എടുക്കാൻ. നല്ല ഇളക്കി യോജിപ്പിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ പനീർ ബിരിയാണിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യാനും അതുപോലെ പുതിയ ആളുകൾ കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി ഉടൻ തന്നെ വരാം. ടിൽ ദെൻ ബൈ. അപ്പോൾ മോളിത് അവിടെ കഴിക്കുകയാണ്. മോളെ എന്താ പറയണത് നോക്കാം നമുക്ക്. മോളെ എന്താ അഭിപ്രായം പറയൂ. മോളെ എങ്ങനെയുണ്ട്?